ഈശോയിലെ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹമാനപ്പെട്ട ജോർജ് അച്ഛൻ്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് ജോർജ് അച്ഛൻ്റെ പ്രിയപ്പെട്ട അമ്മയോടും സഹോദരങ്ങളോടും കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടും പ്രിയപ്പെട്ട എല്ലാവരോടും ഹൃദയപൂർവ്വം അനുശോചനം ഞാൻ അറിയിക്കുകയും പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയാണ്. MCB സഭാംഗങ്ങളോടൊപ്പം വേദനയിൽ ഞാനും പങ്കുചേരുകയാണ്. MCB സഭാംഗം എന്ന നിലയിലും സഭയുടെ മുൻ ജനറൽ എന്ന നിലയിലും ഒക്കെ എല്ലാവർക്കും വലിയ സ്നേഹവും കടപ്പാടുമുണ്ട് അച്ഛനോട്. എന്നെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് പറയുമ്പോഴും 1984 മുതൽ 90 വരെയുള്ള 6 വർഷങ്ങളിൽ MCB സ്റ്റഡി ഹൗസിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുകയും സെമിനാരിക്കാരുടെ ഫോർമേഷനിൽ പ്രവർത്തിക്കുകയും ചെയ്ത ആ കാലഘട്ടങ്ങളിലാണ് ജോർജ് അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആഴം അറിയാനായിട്ട് എനിക്ക് സാധിച്ചത്. ഒരു വാക്കിൽ ഞാൻ പറയാൻ ശ്രമിച്ചാൽ ദിവ്യകാരുണ്യ സന്യാസ സമർപ്പിത ജീവിതത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃക ജോർജ് അച്ഛനെ നമുക്ക് കാണാൻ സാധിക്കും. തികഞ്ഞ ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു ജോർജ് അച്ഛൻ. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് മണിക്കൂറുകൾ ദിവ്യാനീശോയുടെ സന്നിധിയിൽ വിശുദ്ധീകരണത്തൊക്കെ തുറന്നു വെച്ച് എനിക്ക് വായിച്ച് ധ്യാനിച്ച് മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് കാണുമ്പോൾ സഭാസ്ഥാപകനായ പറയിടത്തച്ഛനെ അനുസ്മരിപ്പിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ വചനോപാസകനായിരുന്നു. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ദൈവവചനം ഒരു മാല പോലെ കോർത്ത് ബൈഹാർട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞ് നല്ല ചിന്തകളൊക്കെ പറഞ്ഞ് ധ്യാനിപ്പിക്കാനുള്ള അച്ഛൻ്റെ പ്രത്യേകമായി കഴിവ്. ഒരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വടവാതിൽ സെമിനാരിക്കാരെ ധ്യാനിപ്പിക്കാനായിട്ട് കരുത്തോലിച്ചിനെ വിളിച്ചു. അച്ഛൻ അവിടെ ധ്യാനമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൽപ്പാൻ മോൺസിനിയോർ മാത്യു വല്ലാനിക്കലിച്ചൻ ആദ്യമേ ഒരു ടോക്ക് കേട്ടു. അത് കേട്ടതിന് ശേഷം മുടങ്ങാതെ എല്ലാ ടോക്കുകളും കേട്ടു. അതെല്ലാം കഴിഞ്ഞ ശേഷം അച്ഛനോട് മാത്യു അച്ഛൻ ചോദിക്കുകയുണ്ടായി, ജോർജ് അച്ഛൻ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ബൈബിൾ പഠിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ജോർജ് അച്ഛൻ മറുപടി പറഞ്ഞു, ഞാൻ ബൈബിൾ പഠിച്ചത് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഈശോ പഠിപ്പിച്ച പാഠങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ജോർജ് അച്ഛനോട് ഒന്ന് പങ്കുവെച്ചൊരു കാര്യം ഞാൻ ഇന്നും ഓർക്കുകയാണ്. അത്രമാത്രം വചന ഉപാസകനായിരുന്നു. മൂന്നാമതായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ജോർജ് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം, എളിമ, ദാരിദ്ര്യ അരൂപി. അങ്ങനെ സന്യാസ സമർപ്പിത ജീവിതത്തിൻ്റെ ഉദാത്തമായ മാതൃക ഞാൻ പറഞ്ഞു. അവസാനമായി ഒരു ചിന്തയ്ക്ക് ഞാൻ പങ്കുവയ്ക്കുന്നത്, ഈ വാസ് എ മാൻ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തി, ദൈവസ്നേഹം ഉൾക്കൊണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടി സമർപ്പിതമായ ജീവിതം. കാരണം തൻ്റെ ആയുസ്സും ആരോഗ്യവും ജീവിതവും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ഓർക്കാം, ദിവ്യകാരുണ്യ സഭാംഗങ്ങളെ നമുക്കൊരു ആപ്തവാക്യമില്ലേ, ടു ബി വിത്ത് ഹിം ആൻഡ് ടു ബി ബ്രോക്കൺ. ആ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ്. കർത്താവിനോട് കൂടി ആയിരിക്കാനായിട്ട് മണിക്കൂറുകൾ ചെലവഴിച്ചു. ജീവിതം മുഴുവനും ദിവ്യകാരുണ്യ ഈശോയോടൊപ്പം കുറിച്ച് പങ്കുവെച്ചു കൊടുത്തു. അത് ജീവിച്ചൊരു മാതൃക. അതുകൊണ്ട് പീഠത്തിൽ ഉയർത്തപ്പെട്ട ഒരു ദീപത്തിൻ്റെ പ്രകാശം പോലെ ഈ ജോർജ് അച്ഛൻ്റെ ജീവിത മാതൃക നമ്മുടെ മനസ്സിൽ എന്നും ഒളിമങ്ങാതെ തിളങ്ങി നിൽക്കും, യാതൊരു സംശയമില്ല. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് അച്ഛനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ കരുണയെ സമ്പന്നനായ ദൈവം നിത്യ സൗഭാഗ്യം നൽകി ഈ മകനെ സ്വർഗത്തിൽ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.